ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, നമുക്കുണ്ടല്ലോ ഇന്നൊരു പരിപാടി ഇല്ലാതെ നിൽക്കുക. പുതിയ വണ്ടി വാങ്ങിയാലോ എന്നാണ് നമ്മൾ ആലോചിക്കണത്. അപ്പം പുതിയ വണ്ടിക്കിപ്പോൾ വാങ്ങാനേ കുറച്ച് കാശ് എൻ്റെ കയ്യിലുണ്ട്. അതിന് കാശൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ കാട്ടാൻ പോണത് എന്താണെന്നറിയോ? ഒന്നും നോക്കൂല, വണ്ടി എടുക്കാൻ പോവാ. അയ്യോ, വള്ളത്തിന് പറഞ്ഞോ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് നമുക്കിനി മാറ്റാം. ഇപ്പം ഈ കുപ്പായം പോയി. ഓക്കെ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഇത് ചെയ്യണം. ഓക്കെ, നമുക്കൊന്ന് കുപ്പായം മാറ്റാം. ഇതെനിക്കിഷ്ടമുള്ള കുപ്പായമായിരുന്നു ഈ കുപ്പായം. ഇപ്പം ഈ കുപ്പായം മാറ്റേണ്ട അവസ്ഥ ഒന്നല്ലോ. പാൻറ്റും നമുക്ക് മാറ്റാം. പാൻറ്റും മഞ്ഞക്കണം. നമുക്ക് ഈ കറുപ്പ് പാൻറ്റ് ഇട്ടിട്ട് കുപ്പായം. അപ്പം നമുക്ക് ഈ കുപ്പായം മതി. ഇതെനിക്കിഷ്ടമാണ് ഈ കുപ്പായം. എനിക്ക് ആ കുപ്പായം ഇഷ്ടമാണ്, ഈ കുപ്പായം ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് നേരെ എന്തെങ്കിലും വണ്ടി വല്ലതും വാങ്ങാൻ പോവാം. ഇനി വള്ളത്തിൽ വീണാൽ ഞാൻ ഈ കുപ്പായം തന്നെ ഇടുള്ളൂ. ഇല്ല, നീ ഒന്നും വള്ളത്തിൽ വീഴല പണി. കാറും ഇതൊക്കെ വെള്ളത്തേക്കാണ് വീഴൽ. അതുകൊണ്ട് നമുക്ക് ഇന്ന് വേഗം പോയിട്ടൊരു വണ്ടി എടുക്കണം. ബൈക്കിൽ പോവാമല്ലേ? ബൈക്കിൽ പോവാം വണ്ടി എടുക്കാൻ. ഓക്കെ, നമുക്ക് നേരെ പോവാം. അയ്യോ, ഇത് പൈൻ്റെ ഇടിച്ചല്ലോ. ഓക്കെ, നമുക്ക് നേരെ പോവാം. ഇപ്പം നേരെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇതിന് അപ്പോൾ ഇതിപ്പോൾ ഒരു വണ്ടി എടുക്കാനിപ്പോൾ പൈസ ഏത് വണ്ടിയാണെന്ന് ആലോചിച്ചിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ നേരെ കാർ ഷോറൂമൊക്കെ എത്തി. അപ്പോൾ കാർ ഷോറൂം നമുക്ക് ഏത് വണ്ടി എടുക്കണമെന്നൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടി എടുക്കാം. അതന്നെ ഒരു വണ്ടി എടുക്കൽ പറയാം. ഓക്കെ, നമുക്ക് കാറ് മതി, ബൈക്ക് വേണ്ട. ഐ ലവ് കാർ. ഓക്കെ, നമുക്ക് ഏത് കാറ് വേണം? നമുക്ക് ബൊലേറോ മതി. ബൊലേറോ അല്ല, നോക്കി നോക്കട്ടെ വണ്ടികൾ. എനിക്ക് ബൊലേറോ നോക്കി നോക്കട്ടെ. അപ്പോൾ ബൈക്ക്. അപ്പോൾ സ്കോർപ്പിയോ വേണ്ട. ബൊലേറോ എടുക്കണം എന്നൊരു സംശയം. ബൊലേറോ ആണോ അതോ വേണ്ടേ? ഓക്കെ, ബൊലേറോ എടുത്തു കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ അതിൻ്റെ ഡെലിവറി ബാക്കിൽ നിന്ന് എടുക്കാം. ഓക്കെ, ഡെലിവറി വേഗം. ഓക്കെ, നമുക്ക് നേരെ ഡെലിവറി ഷോറൂമിൽ നിന്ന് എടുക്കാം. ഷോറൂമിൽ നിന്ന് ബൊലേറോ. ഓക്കെ, നമുക്ക് നേരെ വണ്ടി എടുത്ത് നേരെ വീട്ടിൽ പോവാം. ഏതല്ലേ വണ്ടി? ഞാൻ ഒരു ബൊലേറോയാണ് വാങ്ങിയത്. നമ്മളുടെ കാറിലാണെങ്കിൽ എന്താ പറയുക, ഇതൊന്നുമില്ല. എന്താ പറയുക, ഈ മുകളിൽ ഗ്ലാസ്സൊന്നുമില്ല. ഇതിൽ മുകളിലൊക്കെ ഇതുണ്ട്. പിന്നെ മഴ പെയ്താകെ കൊയ്പ്പാകും. ഓക്കെ, നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഇതിപ്പം നല്ല പരിപാടിയാണ്. ഓക്കെ, നമുക്ക് നേരെ വീട്ടിൽ പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അയ്യോ, ഞാൻ ഒരാൾ വിളിച്ചു. അയാൾ കേട്ടിട്ടുണ്ടാവില്ലല്ലേ? ലല്ലേ. ഇനിയിപ്പോൾ വീടും കിടന്ന് അയാളുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ? ഇനിയിപ്പോൾ അയാൾ പോലീസിന് വല്ല കംപ്ലൈൻറ്റും കൊടുക്കുമോ? അതാണ് എൻ്റെ ഒരു പേടി. ഈ വണ്ടി ഇവിടെ വച്ച് പോവുക, ഞാൻ വല്ല അതൊരു കേസായി മാറിയിട്ടുണ്ടാകും. ഞാൻ നേരത്തെ പിന്നെ ഒരാളെ വണ്ടി ഇടിച്ചിരുന്നു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ നേരത്തെ ഒരാളെ വണ്ടി ഇടിച്ച് കൊന്നിരുന്നു. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇനി വല്ല പോലീസ് കേസും വല്ലതും ആവുമോ? ആയിക്കഴിഞ്ഞാൽ പെട്ടു. വണ്ടി അവിടെ പുറത്താണല്ലോ വെച്ചത്. വണ്ടി നമുക്ക് അകത്ത് വെക്കാം. ഞാൻ അപ്പോൾ കൺഫ്യൂഷനായിട്ട് പുറത്ത് വെക്കണോ അകത്തേക്ക് വെക്കണമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയോ. അതിപ്പോൾ എനിക്ക് അറിയില്ല. നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാലോ? ഈ വണ്ടി എടുത്തതല്ലേ, ഇപ്പം എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാലോ? എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. വണ്ടി എടുത്തതല്ലേ, ആ ചാക്കോനെ കൂട്ടണോ? ഇപ്പം കറങ്ങാനൊന്നും പോകണ്ട. നമുക്ക് വീട്ടിൽ പോയിട്ടേ ഒന്ന് ചായ കുടിച്ചിട്ടെ. ഓക്കെ, ഞാൻ അതൊന്ന് വേഗം കയറട്ടെ.
ആ ചാക്കോയ എവിടെ? നമുക്ക് നേരെ അയ്യോ നമുക്കിപ്പോൾ ഒരു പണി. നമുക്ക് എങ്ങോട്ടെങ്കിലും ഇപ്പോൾ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. ഞാൻ ആലോചിച്ചതാ ആ ചാക്കോനെ കൂട്ടണ്ട. ചാക്കോ പിന്നെ കുറച്ച് ഇതാവണം. ചാക്കോ വന്നാൽ പിന്നെ മൊത്തം ഇത് നടക്കൂല. ആകെ ഒരു ട്രിപ്പൊന്നുമല്ല, വെറുതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് വരുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അത്രയ്ക്ക് വലുതൊന്നും ഇല്ല. നമുക്ക് എന്നിട്ടായാലും പോവാം. ഞാൻ ഒരാളെ വണ്ടി ഇടിച്ചു. എന്നിട്ട് എങ്ങോട്ട് നോക്കിയിട്ടാടാ വണ്ടി കൊണ്ടുപോണേ? താൻ്റെ കുഴപ്പമാണ്. മര്യാദക്ക് വണ്ടി മാറ്റടാ. അച്ചോ സോറി ചേട്ടാ, വെറുതെ മെയിനാകാൻ പോയതാ. തിരിച്ച് ഇതും വന്നു. ഓക്കെ, നമുക്ക് നേരെ പോവാം. വീണ്ടും ഇടിച്ചാൽ ഓക്കെ. അയ്യോ ഓക്കെ, നമുക്ക് നേരെ അയ്യോ ഇയാളത്തെ കാട്ടണേ. എൻ്റെ വണ്ടി കേടെടുത്തി ഈ സ്വിഫ്റ്റുകാരന്, അല്ല വാഗണറുകാരനാ. അയാളെൻ്റെ വണ്ടി കേടെടുത്തി. അയാളെ ഞാൻ തീർത്തളി. അയാളപ്പത്തിന് രക്ഷപ്പെട്ട് പോടാ. ഈ ട്രക്കുകാരനാണെങ്കിൽ ഇന്നടിച്ച് നോക്കാമെന്ന് ശ്രമിച്ചേ, എന്നാൽ അയാളെ കൊല്ലും. ഞാൻ ആ വാഗണറിനെ വെടിവെച്ചു. ഇപ്പം ഞാൻ ട്രക്കിനെ വെടിച്ചപ്പോൾ പോലീസ്. അയ്യോ സാറേ, എന്താ സാറേ മുണ്ടാക്കടാ. രണ്ടാൾക്കാരെ ഹാർപ്പിച്ചിട്ട് കൊന്നിട്ട് അതൊരു തെറ്റ് പറ്റി പോയതല്ലേ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകണം. എന്ത് തോന്നിയ സീനു. ആ സാറ് പിടിച്ചില്ലേ? അത് മുണ്ടാക്കടാ, ഇത് പോലീസാണ്. വീണ്ടും പിടിച്ചില്ലേ? മുണ്ടാക്കടാ, വീണ്ടും പിടിച്ചില്ലേ? മുണ്ടാക്കടാ, വീണ്ടും പിടിച്ചില്ലേ? ഞാൻ മുണ്ടാക്കുന്നുണ്ട്. സാറിന് കുറച്ച് പോയിക്കട്ടെ. ഇതാണെങ്കിൽ ഇടിച്ചപ്പോൾ ഹാർപ്പിജിയും വിട്ടില്ലേ? അതും പറഞ്ഞത് ശരിയാണ് കേട്ടോ ഗായ്സ്. നമ്മൾ നൈസായിട്ട് രക്ഷപ്പെട്ടു. വേഗം മുങ്ങണതാണ് നല്ലത്. നമ്മൾ നൈസായിട്ട് രക്ഷപ്പെട്ടു. ഏതെങ്കിലും വണ്ടി അടിച്ച് പോയിട്ടണം. നമുക്ക് അത് നമ്മളുടെ നമുക്കിപ്പോൾ ഓടിയിട്ട് തന്നെ പോകേണ്ടി വരും. ഓക്കെ, നമുക്ക് നേരെ പോവാം. ഓക്കെ, അത് നമ്മളുടെ ഇല്ല. ഓക്കെ, നമുക്കൊരു വണ്ടി അടിച്ചു മാറ്റിയിട്ട് പോകേണ്ടി വരും. ഒരു വണ്ടി എങ്ങനെയെങ്കിലും അടിച്ചു മാറ്റേണ്ടി വരും. ഓക്കെ, നമുക്കിപ്പോൾ ഏതപ്പോൾ അടിച്ചു മാറ്റാം? അവിടെ ഒരു ഏതെങ്കിലും ഒരു വണ്ടി വന്നാൽ മതി. അതിന് മുമ്പിൽ നമുക്ക് എന്തെങ്കിലും ആലോചിച്ചിട്ട് നടക്കാം. ഇപ്പോൾ പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? നടന്നിട്ട് തന്നെ കാര്യമുള്ളൂ. നടക്കണം, ഇപ്പോൾ രക്ഷപ്പെടണം. നമുക്ക് ഈ വണ്ടി അടിച്ചു മാറ്റാം. ആർക്കടാ വണ്ടീനെ? ഇത് എൻ്റെ വണ്ടിയാ. എൻ്റെ വണ്ടി കൊണ്ടുപോവല്ലടാ. അതും ഓൻ കേസൊന്നും കൊടുക്കുമല്ലോ. ഓനക്ക് നല്ല പേടിയേക്കണേ. കേസ് കൊടുത്താൽ നമുക്ക് എന്തായാലും പോവാം വീട്ടിലേക്ക്. ഓക്കെ, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അങ്ങനെ വീടെത്തി. നമ്മളുടെ ബൊലേറോക്കാണെങ്കിൽ എന്തോ പറ്റി. ഇന്നെടുത്ത വണ്ടിയാണ്, അതും കേടൊന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് വേഗം പോവാം, അതാണ് നല്ലത്. ഓക്കെ, നമുക്കിപ്പോൾ എന്താ കാട്ടാമെന്ന് ഇതിട്ടിട്ട് വരാം. ചാക്കോയാണെങ്കിൽ ചാക്കോയോടെ ചാക്കോ ചാക്കോ എന്തേടാ? നിൻ്റെ കേസൊക്കെ ഞാൻ അറിഞ്ഞു. രണ്ടാളെ ആർപ്പിച്ചിട്ടത് അത് ടി വിയെ കണ്ടിരുന്നോ? ഇപ്പോൾ സിഗ്നലും കഴിഞ്ഞു. സിഗ്നല് കഴിഞ്ഞു. ഇപ്പോൾ കൊല്ലണ്ടെങ്കിനു പോലീസ് കേസാവോ? ആരോ ബെല്ലടിച്ചു. എന്ത് പോലീസിനൊക്കെ? എന്താ സാറേ ഇങ്ങോട്ടൊക്കെ? അല്ലടാ, മുള്ളാൻ വന്നതാണ്. എന്താ സാറ് മുള്ളിട്ട് പോയിക്കോ. ഞാനൊരു ചിങ്കം. ഞങ്ങൾക്ക് പണ്ടേ അറിയാലോ. രണ്ടാൾക്കാർ ആർപ്പിച്ചിട്ട് രണ്ടാൾക്കാർ ആർപ്പിച്ചിട്ടു.
അതാരാണെങ്കിലോ ഇവിടെ കൊല്ലണം സാറേ. അതാരാ അത് മനസ്സിലായി. ആരാ എന്നാൽ അയാളെ പോയിട്ട് കൊന്നിട്ട് വാ. ആ അതുണ്ടല്ലോ, അത് ഞമ്മക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ അത് ഞാനാണല്ലോ. അയ്യോ സാറേ അറിയാതെ കുത്തിയതാ. നമുക്കിപ്പോൾ സാറിൻ്റെ മൂക്കിലെന്താ തുപ്പലുണ്ടോ? തുപ്പാനിങ്ങനെ എന്ന് പറഞ്ഞേ. എത്തപ്പാൻ്റെ ഭ്രാന്തനോ ഈ സാറെന്തോ. ഓടിക്കോടാ നിൽക്കടാ പാട്ട്. ഇതുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാ.